ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇനി ഞാനൊരു കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അർജൻറ്റീനയുടെ ഒരു തീമിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3 കേക്ക്, 2 ഹാഫ് kg കേക്കും ഒരു 3 kg കേക്കുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കേക്ക് വ്ളോഗാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഡിസൈനിങ്ങും സിമ്പിളായിട്ടുള്ള ഡിസൈനിങ്ങും ഒക്കെയാണ് ഇന്നിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അർജൻറ്റീന കപ്പടിച്ചിട്ടൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എപ്പോഴും കമൻറ്റ് ഇടുന്ന അഫ്രിൻ ടീയെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ബിഗ് ഹായ്. സാധാരണ ഞാൻ കേക്ക് റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്ലീൻ ആക്കിയിട്ടൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് അതിനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനുള്ള കേക്കിൻ്റെ ടിന്നൊക്കെ ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്ത്, അപ്പോൾ ഞാൻ 3 kg കേക്ക് ഉണ്ടാക്കുന്നത് ഒരൊറ്റ ടിന്നിലല്ല 3 ടിന്നിലാക്കിയിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 kg ഒരു ടിന്ന്, 9 ഇഞ്ചിൻ്റെ ഒരു ടിന്നും അതുപോലെ 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നും അതുപോലെ 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നും എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ 2 ലെയറിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം, മോൾഡെല്ലാം ഗ്രീസ് ചെയ്യുക. പിന്നെ 1/2 kg ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ റൗണ്ട് മോൾഡും എടുത്തിട്ടുണ്ട്. അതെല്ലാം 3 കേക്കും അർജൻറ്റീനയുടെ ഒരു തീമിലാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ മോൾഡൊക്കെ ആദ്യം ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ഓർഡേഴ്സൊക്കെ 3-4 ഓർഡേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം എല്ലാം മോൾഡെല്ലാം ഗ്രീസ് ചെയ്ത് വെക്കും. അതിന് ശേഷം കേക്കിനുള്ള പരിപാടികളൊക്കെ തുടങ്ങും. പിന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ 3 കിലോയുടെ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം അരിച്ചെടുക്കുക. അപ്പോൾ ആദ്യം മൈദയൊക്കെ കവറിൽ ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ അതോടെ തന്നെയാണ് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. കേക്ക് വ്ളോഗല്ലേ, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ അങ്ങ് കാണിക്കുകയാണ് ചെയ്യണത്. പിന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ തീമിലാണ് ഇത് ചെയ്യണത്. 3 kg, മറ്റേത് രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ചെയ്യണത്. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുമ്പോഴേക്കും ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ പുതുതായി കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിലൊന്ന് മെമ്പറായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്ത്, അപ്പോൾ ആദ്യം ഈ ഒരു കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേക്ക് ബേക്കായി വന്നിട്ട് ഞാനിപ്പോൾ ഓവനിലല്ല ചെയ്യുന്നത്, മുഴുവൻ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ്. അപ്പോൾ 3 ബർണറാണ് ഉള്ളത്. അപ്പോൾ ഇത് ബേക്കായി വന്നതിന് ശേഷമേ നമുക്ക് അടുത്ത കേക്കിനുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓവനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാമായിരുന്നു. പക്ഷേ ഓവനിലല്ല ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാദ്യം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് മറ്റേതിനുള്ള പരിപാടികളും ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഇതാദ്യം ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ ചോക്ലേറ്റ് കേക്കിനുള്ള സ്പോഞ്ചിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കും. പിന്നെ അത് ഏകദേശം ബേക്കായി വരുന്ന സമയത്താണ് ഈ ഒരു ചോക്ലേറ്റ് കേക്കിനുള്ളത് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്തിട്ടുള്ള 3 മോൾഡിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് അത്യാവശ്യം കുറേ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത് മുഴുവനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 3 മോൾഡിലായിട്ട് ആക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ പാത്രം ഉണ്ടാവില്ല, അതുപോലെ വലിയ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു 30 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇത് ബേക്കായിട്ട് വരും. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ഇതിലേക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അർജൻറ്റീന തീമിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. പിന്നെ ഫോണ്ടൻ വർക്ക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേറെ ഉഷാറായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ഫോണ്ടനിലല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സിമ്പിളുള്ള മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് 2 ഹാഫ് kg കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എല്ലാ കേക്കും ഒന്ന് ലെയറാക്കി എടുക്കുകയാണ്. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യലെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിൻ്റെ ലെയേഴ്സൊക്കെ ആദ്യം തന്നെ ചെയ്തെടുക്കും. എല്ലാ കേക്കും ഒരുമിച്ച് ഇങ്ങനെ ലെയറാക്കി എടുക്കും. അതിന് ശേഷമാണ് ഐസിങ് ചെയ്യാറ്. അപ്പോൾ ആദ്യം ലെയറാക്കി എടുക്കും. അതിന് ശേഷം എല്ലാ കേക്കും ഒന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കും. അല്ലാതെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങനെയല്ല കേട്ടോ ചെയ്യാൽ. ആദ്യം എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യലാണ് ചെയ്യൽ. ക്രീം കോട്ടിങ് ആയാലും എല്ലാം ആയാലും ഒരുമിച്ച് അങ്ങ് ചെയ്യും. അതിന് ശേഷമാണ് ഫൈൻ ഫ്രോസ്റ്റിങ് ചെയ്യുക. അതും 3 ഒരുമിച്ചാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഈ ഒരു കേക്ക് നമുക്ക് ലെയറാക്കി എടുക്കാം. ഒരു കേക്ക് 3 ലെയറും മറ്റ് 2 കേക്കും 2 ലെയറുമായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 4 kgയുടെ ഒരു ബേസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ കറക്റ്റായിട്ട് വരും. പിന്നെ 2 ലെയർ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയത് കറക്റ്റായിട്ട് വരും.
അപ്പോൾ അങ്ങനെ എല്ലാ കേക്കും ലെയറാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ എല്ലാ കേക്കും ഞാനിവിടെ ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ക്വയറിലുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബേസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ 1 കിലോയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് 2 മോൾഡിലായിട്ട് ഒഴിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ട് 1/2 kg അല്ലേ. അപ്പോൾ 1 കിലോൻ്റെ ബാറ്റർ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് 2 മോൾഡിലായിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഇനി ഇതാ നമ്മുടെ ഈ ഒരു ബേസ് എടുത്തിട്ട് അതിന് മാച്ചായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. 2 ലെയറാക്കി വരുന്ന രീതിയിൽ സൈഡിലൊക്കെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഓർഡേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ മോൾഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ചെറിയ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കതിന് മാച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ക്രീം കോട്ടിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആദ്യം ക്രീം കോട്ടിങ് ചെയ്യാനുള്ള ക്രീം ആദ്യം ബീറ്റ് ചെയ്യാണ് ചെയ്യണത്. അതിനുശേഷമാണ് ഫൈനൽ ഫ്രോസ്റ്റിങ്ങുള്ള. പിന്നെ ഒരുപാട് ക്രീം ഒരുമിച്ച് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് സ്റ്റിഫായി കിട്ടാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്രീം കോട്ടിങ്ങിനുള്ളത് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഫൈനൽ ഫ്രോസ്റ്റിങ്ങിലുള്ള പിന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ക്രീം. അപ്പോൾ ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള കേക്ക് ഒന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഒരു 2.25 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം നമുക്ക് ക്രീം കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാനൊന്നും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തേക്കായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ വേറൊരു ഓർഡർ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാട്ടോ ഏത് ഓർഡർ ആയിരുന്നെന്ന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചോക്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്ന് ഈ ഒരു കേക്കായിരുന്നു കേട്ടോ പകൽ ഓർഡർ ഉണ്ടായിരുന്നത്. അത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ചെറിയ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 2 ടയർ വെഡ്ഡിങ് കേക്കായിരുന്നു. റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാൽ അതെനിക്ക് എന്താ പറയുക കറക്റ്റ് ടൈമിൽ ഉണ്ടാക്കി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. സെക്കൻഡ് ലെയർ വെച്ചു. ഓരോ ലെയർ വെക്കുമ്പോഴും നമ്മളെപ്പോഴും പറയുന്നതാണ് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ ക്രീം കോട്ടിങ് കഴിഞ്ഞു. പിന്നെ നമുക്ക് 2 ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രീം കോട്ടിങ് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു വലിയ കേക്കിൻ്റെ ക്രീം കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്കാണ് അത്യാവശ്യം ക്രീം വേണ്ടത്. ഇത് അത്യാവശ്യം വലിയ വീതിയിലുള്ള കേക്കാണ്. സ്ക്വയറിലുള്ള കേക്കാണ്. എല്ലാ ഭാഗവും ഒരേ വീതിയിലും വലിയ ഇതിലുള്ള നീളത്തിലുള്ള കേക്കാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ലെവലാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സെക്കൻഡ് ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ക്രീമും കൂടെ ഞാൻ ബീറ്റ് ചെയ്തു. അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. 2.5 കപ്പായിരുന്നു അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റ് ആയിരുന്നു ആ ഒരു ക്രീമിലേക്ക്. എന്നിട്ട് പിന്നെ ഞാനൊരു 2 കപ്പ് കൂടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് കളർ ആഡ് ചെയ്യും. നമ്മൾ അർജൻറ്റീന തീമല്ല, അപ്പോൾ കുറച്ച് ബ്ലൂ കളർ വേണമല്ലോ. അപ്പോൾ ഐസ് ബ്ലൂ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വൈറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേണമെങ്കിൽ വീണ്ടും വീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു 1/2 കപ്പ് കൂടെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴേക്ക്. എന്നിട്ട് ഞാനിതുപോലെ ഒന്ന് സെൻറ്ററിലൊന്ന് അളന്നിങ്ങനെ മെല്ലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ വൈറ്റ് വരാൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അവിടെ വൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അളന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയൊരു വര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബ്ലൂ കളർ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയ സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് നമ്മളിതിൽ ഫുൾ ഡെക്കറേഷൻ ചെയ്തെടുക്കുക. അപ്പോൾ സൈഡിലും ഞാൻ ചുമ്മാ അത് വെച്ചിട്ട് തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് എന്തായാലും അവിടെ നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് വലിക്കും. എന്നാലും അത് വെച്ചിട്ട് തന്നെ ആകുമ്പോൾ ഒന്നുകൂടെ ഈസി ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് സൈഡ് ഫുള്ളായിട്ട് ബ്ലൂ കളർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 4 ഭാഗത്തും ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടലായിട്ട് 4.5 കപ്പ് മുതൽ 5 കപ്പ് ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ ക്രീം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്രീമിനനുസരിച്ചിരിക്കും എത്ര വേണ്ടതെന്നൊക്കെ ഡിസൈഡ്. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. എന്നാൽ ഒരുപാട് ക്രീം വേസ്റ്റായി പോകുന്നില്ല.
4.5 കപ്പ് മുതൽ 5 കപ്പ് വരെയാണ് ഇതിലേക്ക് ആവശ്യം. ഈ 3 കേക്കിലേക്കോട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. 3 ഒരുമിച്ച് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സൈഡൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വലിച്ച് ക്ലീൻ ആക്കിയ ശേഷം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഉള്ളതൊന്നും ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് നമുക്ക് പിന്നെ കൂടുതൽ ഐസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ക്രീമൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് അവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സെൻറ്ററിൽ വൈറ്റ് പൈപ്പിംഗ് ബാഗിൽ ഇതുപോലത്തെ സെയിം സ്റ്റാർ നോസിൽ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ കുഞ്ഞു സ്റ്റാറുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെ സെൻറ്ററിൽ ഫുള്ള് വൈറ്റ് വരച്ചു കൊടുക്കാം. സെൻറ്ററിൽ ഫുള്ള് വൈറ്റ് വരച്ചു കൊടുത്ത ശേഷം നമുക്ക് 2 സൈഡിലുമായിട്ട് ബ്ലൂ ഇതേ സെയിം സ്റ്റാർ വെച്ചിട്ട് ബ്ലൂവിൽ വരച്ചു കൊടുക്കാം. ബ്ലൂ സ്റ്റാറുകൾ വരച്ചു കൊടുക്കാം. 2 പോർഷനിലും അങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിങ്ങനെ സ്റ്റാർ വരയ്ക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മൾ ചെറിയ സ്റ്റാറുകളല്ലേ, അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലൂ കേക്ക് ഉണ്ടല്ലോ, അതും ഞാൻ ഐസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നല്ലോ. അപ്പോൾ അതും പുറത്തേക്ക് എടുത്ത് ചെറിയ കേക്ക് ഉണ്ടല്ലോ, ബ്ലൂ കേക്ക് എന്നാണ് വായിന്ന് വന്നത്. ചെറിയ 2 കേക്കും പുറത്തേക്ക് എടുത്തിട്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ അളന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്നത് അടിയിലൊരു ലെയർ ബ്ലൂവും അതുപോലെ സെൻറ്ററിലൊരു ലെയർ വൈറ്റും മുകളിലെ ലെയർ ബ്ലൂ, ആ രീതിയിൽ സൈഡ് പോർഷന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വലിച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുക. മുകൾ ഭാഗത്ത് ഇതും സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇടയിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും. അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചു കൊടുത്താൽ മതി. മുകൾ ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെയിം ഡിസൈൻ തന്നെ ഇതിനും ചെയ്ത് കൊടുക്കാം കേട്ടോ, നമ്മൾ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള. അപ്പോൾ 3 ഒരുമിച്ച് ഐസിങ് ചെയ്യാൻ നമുക്ക് ഐസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സൈഡിലൊക്കെ അങ്ങനെ വരച്ചു കൊടുത്തു. ബ്ലൂ കളർ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നമുക്ക് വൈറ്റിലും വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് ആ ഒരു അർജന്റീനയുടെ ആ ഒരു ലോഗോ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ കേക്കിന് മാത്രം അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ ഫോണ്ടനിലാട്ടോ ചെയ്യണത്. ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഫോണ്ടനിലാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു കേക്കാണ് ചെയ്തു. ഇനി മറ്റേ കേക്കും ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിതിൽ കാണിക്കുന്നില്ല, സെയിം അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതിൽ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടനിൽ യെല്ലോ കളർ ആഡ് ചെയ്തു. പിന്നെ കുറച്ചൊരു ബ്ലാക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഡാർക്ക് യെല്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഫോണിൽ നോക്കിയിട്ട് അതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കിയിട്ടാണ് ഞാനിത് വരച്ചെടുക്കുന്നത്. അപ്പോൾ അത് അതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒരു റൗണ്ട് വേണം. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ സണ്ണിൻ്റെ ആ ഒരു ഡിസൈനാണുള്ളത്. എന്നിട്ട് അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടങ്ങനെ അളന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന്, അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ട് മുറിച്ചെടുത്താലും മതി, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സൂര്യൻ്റെ ഓരോ ഇതളെന്ന് പറയുന്നത് കേട്ടോ, ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. സൂക്ഷിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, ചെറിയതായിട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്താ വെച്ചാൽ ചെറിയതായിട്ട് വേണമല്ലോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ രാത്രിയാണ് ചെയ്തെടുക്കുന്നത്. പിറ്റേ ദിവസം ഡെലിവറി ചെയ്യാൻ സമയത്താണ് അതിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു കട്ടർ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മളെ കയ്യിൽ കത്തി ഉണ്ടെങ്കിൽ, നല്ല ഷാർപ്പായിട്ടുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വരച്ചു കൊടുക്കാണ്ട്, പക്ഷേ അതിലുള്ള രീതിയിൽ സെയിം ഒന്നും ആയിട്ടില്ലെങ്കിലും ഏകദേശം ആ ഒരു രീതിയിൽ വരച്ചെടുക്കുകയാണ്. കുറച്ച് റെഡ് കളറിൽ, ജെൽ കളറിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നല്ല ഷാർപ്പായിട്ടുള്ള ബ്രഷ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ബോട്ടിൽ ഇങ്ങനെ കളറിൻ്റെ ബോട്ടിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ റൗണ്ടിലൊന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സൂര്യന് കണ്ണും മൂക്കും അതുപോലെ തന്നെ ഓരോ ഇതളിനും ആ ഒരു റെഡ് ബോർഡറൊക്കെ ഉണ്ട്, ആ ഒരു പിക്ചറിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അതേപോലെ ഒന്ന് ആക്കാൻ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം റൗണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് ആ ഒരു ബോർഡർ എല്ലാ ഒരു ഇതളിനും വേണം നമുക്ക് വരച്ചു കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ വരയ്ക്കുകയാണ്.
അപ്പോൾ അതാ കണ്ണും മൂക്കും എല്ലാം പുരുകും എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബോക്സിലാക്കി അടച്ചു വെച്ച് പിറ്റേ ദിവസം ഡെലിവറി രാവിലെ തന്നെ ഡെലിവറി ഈ ഒരു അർജൻറ്റീന ജയിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഓർഡർ ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ അത് അതിൽ വെച്ച് കൊടുത്തിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്